ചേട്ടാ അടിക്കല്ലേ ചേട്ടാ പ്രാങ്കാണ് ക്യാമറ ചേട്ടാ ക്യാമറ ഇതും കൂടി ചേർത്ത് കീ വെച്ചെടുത്ത 4ാമത്തെ അടിയോ. എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇമാതിരി പരിപാടിയൊന്നും. യൂട്യൂബ് ക്രെഡിറ്റ് മൊത്തം നിൽക്കും, അടി മൊത്തം നിൽക്കും. അല്ല ഞാൻ തുള്ളിച്ചാടി കിടക്കാം. നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാം, എന്നാലും ശരിയാവും. എനിക്കൊരു ഐഡിയ പറയാനൊന്നുമില്ലേ? அதெல்லாம் விடு, நான் ஒரு ஐடியா சொல்கிறேன். நல்ல ஒரு மீன் குழம்பு செய்யலாம், நான் செய்கிறேன், உங்களுக்கு ஓகேவா? ഞാൻ ഓക്കെ. മീൻ കുളത്തിന്റെ കാര്യമാണോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമുക്ക് പുതിയതായിട്ട് ഒരു കണ്ടന്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞുതരാം. இப்போ நான் இன்னைக்கு செய்கிறேன், நல்லா சாப்பிடலாம், கவலைப்படாத விடு. ആരോട് പറയാനാണ് ഇതൊക്കെ? എടാ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കോമൺ ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, നമ്മൾ അവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യും. എന്നിട്ട് നമ്മൾ അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കണം നൈസായിട്ട്. എന്നിട്ട് നമ്മൾ അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം കാണും, ചെറുപ്പത്തിൽ നടക്കാതെ പോയത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ കാണും. നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ അവർ പോലും അറിയാതെ സർപ്രൈസായി നമ്മൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. അപ്പോൾ ആ സമയത്ത് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിയും. ഓക്കെ, നമ്മൾ ആ കണ്ണുനീര് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലോകം മൊത്തം കാണിച്ചു കൊടുക്കും. അങ്ങനെ നമുക്ക് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടും, മില്യൺസ് ഓഫ് ലൈക്സ് കിട്ടും, മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് കിട്ടും. അങ്ങനെ നമുക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് കിട്ടി നമ്മൾ മില്യനേഴ്സായി മാറും. நீ சொன்னது சூப்பர் ஐடியா முச்சு, சூப்பர் ஐடியா. பட் எனக்கு எதுவும் புரியல முச்சு. എടാ നീ മനുഷ്യന്മാർക്ക് അറിയുന്ന ഭാഷയിലൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞാൻ ഏത് ഭാഷയിലാണ് പറയാം? ആ കാണുന്നിരിക്കുന്ന ആളുകൾ എന്താ ചേട്ടാ നല്ല ആരോഗ്യം ഉണ്ടോ? ഇയാളായിട്ട് എനിക്ക് താങ്ങാൻ പറ്റുമോ? എടാ, അയാളെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു മാന്യനായിട്ടുള്ളതാണ്. നമ്മൾ അയാളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യും. പുള്ളിയോട് നൈസായിട്ട് പുള്ളി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചോദിക്കും. കൂടെ പുള്ളിക്ക് നടക്കാതെ പോയ ഒരു ആഗ്രഹം ചോദിക്കും. എന്നിട്ട് നമ്മളത് നടത്തി കൊടുക്കും. അപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ഒരു ഇമോഷൻസും കാര്യങ്ങളെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്ത് വൈറലാക്കും. എങ്ങനെയുണ്ട്? ദൈവമേ കാത്തോണേ. എല്ലാം സെറ്റല്ലേ? സെറ്റ്. ഓക്കെ, റെഡി. കം ഓൺ, ലെറ്റ്സ് ഗോ. ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വാനരക്കൂട്ടം 007. ഓക്കെ, നമ്മൾ ഇന്നൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ സ്ഥിരം ചെയ്യുന്ന കലാപരിപാടികളല്ല, നമ്മൾ ഇന്നൊരു പുതിയ ഐറ്റമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നു. അപ്പോൾ നമുക്കൊരു ചേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആ ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നമ്മൾ ചോദിച്ചറിയുന്നു. നമ്മൾ ആ ചേട്ടന് സർപ്രൈസ് ആയിട്ട് നടത്തിക്കൊടുക്കണം. അതാണ് നമ്മുടെ പ്ലാൻ. ഓക്കെ, ചേട്ടൻ്റെ അടുത്തേക്ക് പോകാം. കമാൺ. ഹലോ ചേട്ടാ. ഹായ്. ഞങ്ങൾ വാനരക്കൂട്ടം 007 എന്നുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് വരിക. അതെ. ചേട്ടൻ്റെ ജീവിതത്തിൽ വിലപ്പേറിയ സമയത്തിൻ്റെ ഒരു 2 നിമിഷം ഞാൻ കടമെടുത്തോട്ടെ? ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ. ഹായ് ഗായ്സ്, നമുക്ക് ചേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ആദ്യമായിട്ട് ചേട്ടൻ്റെ പേരെന്തായിരുന്നു? പേര് ഓമനക്കുട്ടൻ. ഓമനക്കുട്ടൻ ചേട്ടനാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ചേട്ടൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിലങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ല. വീട്ടിൽ പ്രത്യേകിച്ച് ആരുമില്ല, അത് ഒറ്റയ്ക്ക് ഒരു ജീവിതം നയിക്കുകയാണ് നമ്മുടെ ഓമനക്കുട്ടൻ ചേട്ടൻ. നമുക്ക് ഓമനക്കുട്ടൻ ചേട്ടൻ്റെ മറ്റു വിശേഷങ്ങളിലോട്ട് കിടക്കാം. ചേട്ടന് ഇപ്പോൾ എത്ര വയസ്സായി കാണും? എനിക്കൊരു 45-46 വയസ്സായി. കണ്ട പറയൂ, നിങ്ങളൊന്ന് സൂം ചെയ്ത് നോക്കിയേ, ചേട്ടൻ്റെ മുഖത്തോടൊക്കെ നോക്കിയേ, 35 വയസ്സിൽ കൂടുതൽ പറയില്ല. കണ്ടില്ലേ? ഓക്കെ, ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ചേട്ടന് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിട്ടുണ്ടാവില്ലേ? അതായത് നടക്കാതെ പോയ എന്തെങ്കിലുമൊക്കെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മുടെ ചേട്ടൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യനാണ്. കണ്ടില്ലേ? എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ ഒരു ആഗ്രഹങ്ങളും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും അതൊന്നും വേണ്ട, അതൊന്നും ഇതിൽ പറഞ്ഞാൽ ശരിയാവില്ല. അതൊക്കെ വലിയൊരു കഥയാണ്. നമ്മൾ കഥ കേൾക്കാനുള്ള മൂഡിലാണ് ചേട്ടാ. ചേട്ടൻ പറഞ്ഞോളൂ, എന്താണ് ചേട്ടൻ്റെ പ്രശ്നം? അത് ശരിയാവില്ല, ഞാൻ എല്ലാവരോടും അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചേട്ടാ, ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോൾ ഇവനെ കണ്ടില്ലേ? ഇവൻ എൻ്റെ ഫ്രണ്ടാണ്. ഇവൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഇവനെ പഠിപ്പിച്ച ഒരു സയൻറ്റിസ്റ്റ് ആക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അവസാനം എന്തായി? തോറ്റ് ഉന്നമാടി ഇതേപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വന്ന് വർക്ക് ചെയ്യുന്നു. ഇത്രയൊക്കെ ഉള്ളൂ. മനുഷ്യർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ കാണും, പക്ഷെ അത് നടക്കണം എന്നില്ല. പക്ഷെ നമുക്കത് നടത്തിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് അത് നമ്മൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നടന്നു പോകും. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹങ്ങൾ ചേട്ടനൊന്നും ഒന്ന് ഓർത്തെടുക്കാൻ പറ്റും? ഇങ്ങനെ ഒരു ഇതുണ്ടാന്ന് ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് നടക്കാതെ പോയൊരു ആഗ്രഹമുണ്ട്. ഗായ്സ്, നമുക്ക് കിട്ടിയിരിക്കുകയാണ് ചേട്ടന് നടക്കാതെ പോയ ഒരു ആഗ്രഹം നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ചേട്ടൻ പറയാം,
നീ എനിക്ക് പറയാനൊരു അവസരം എന്താ നീ ഇങ്ങനെ കിടന്ന് തുള്ളല്ലേ. സോറി ഗൈസ്, നമുക്ക് ചേട്ടൻ്റെ ആഗ്രഹം നമുക്കൊന്ന് വ്യക്തമായിട്ട് കേൾക്കാം. പഠിപ്പിച്ചേക്കാം. ശരിയൊരു കഥ. നിങ്ങൾക്ക് അത് ഇതായിരുന്നു എന്നുള്ളൊരു നിങ്ങൾക്കൊരു തോന്നൽ വരും. ഞങ്ങൾക്ക് ഒരു തോന്നലും ഇല്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നലുണ്ടോ? ഒരു പ്രോബ്ലം ഇല്ല. നമ്മൾ ഇത് കേട്ടിട്ടേ നമ്മൾ ഇന്ന് പോകുന്നുള്ളൂ. ക്രിസ്മസ് പാപ്പനെ കാണാനൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പയോ? ആ ഗായ്സ്, നിങ്ങളിത് കേൾക്കൂ ഗായ്സ്. നമുക്ക് ഈ കാർ വേണം, ബംഗ്ലാവ് വേണം, ഓടി വേണം, ഐറ്റൻ വേണം എന്നൊക്കെയാണ് ഓരോരുത്തരും കൂടെ ആഗ്രഹം. പക്ഷെ നമ്മുടെ സ്വന്തം ചേട്ടൻ പറയുന്നത് കേട്ടില്ല, ഒരു ക്രിസ്മസ് പാപ്പയെ കണ്ടാൽ മതി. അത്രയും കുട്ടിത്തമാണ് ആ ചേട്ടൻ്റെ ഉള്ളിൽ. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് ഇതുവരെയും സാധിച്ചിട്ടില്ല. പിന്നെ നമ്മൾ നാട് വിട്ടു പോന്ന് പിന്നെ വേറൊരു ലോകത്തായി നമ്മൾ. ഗായ്സ്, എത്ര ലോലമാണ് ആ ഹൃദയം എന്ന് നിങ്ങൾ കണ്ടു നോക്കൂ ഗായ്സ്. പുള്ളി പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നില്ലേ? ഒരു ക്രിസ്മസ് പാപ്പായെ കാണാനുള്ള ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ ആ പുള്ളിക്ക്. ഇത്രയും ലളിതമായിട്ടുള്ള ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടതെന്നാണ് ചേട്ടൻ നമ്മൾ ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇത് നമ്മൾ വാനരക്കൂട്ടം ഞങ്ങൾ എല്ലാ ഗായ്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഇങ്ങനെയുള്ള ലളിത ജീവിതം നയിക്കാൻ ഞങ്ങൾ എല്ലാവരോടും ഉപദേശിക്കുകയാണ് നമ്മുടെ ചേട്ടനിപ്പോൾ. ഓക്കെ ചേട്ടാ, ചേട്ടനെ കണ്ടതിൽ വളരെ സന്തോഷം. ചേട്ടൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസോടുകൂടെ നടത്തി കിട്ടട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ ചേട്ടാ, താങ്ക് യു. ഓക്കെ ഗായ്സ്, നമുക്ക് ബാക്കി സ്ക്രീനിൽ കാണാം. നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എവിടെ? എന്ത് പ്ലാൻ? എന്ത് പ്ലാൻ? നമ്മളൊരു ക്രിസ്മസ് പാപ്പ റെഡിയാക്കുന്നു, പുള്ളിയുടെ റൂമിലേക്ക് കൊണ്ടുപോകുന്നു, പുള്ളി സർപ്രൈസ് ആക്കുന്നു. അടികൊള്ളില്ലാന്ന് ഉറപ്പിട്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ പരിപാടിക്കുള്ളൂ. നീ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി. പുള്ളിയെ ഫോളോ ചെയ്യുക, പുള്ളിയുടെ റൂം നമ്പറൊക്കെ കണ്ടുപിടിക്കുക, തിരിച്ചു വരിക. ബാക്കി കാര്യങ്ങൾ നമ്മൾ നോക്കാം. പുള്ളിയുടെ വീടും റൂം നമ്പറും ഞാൻ കണ്ടുപിടിച്ചോളാം. പക്ഷെ ക്രിസ്മസ് പാപ്പൻ എന്ത് ചെയ്യും? கிறிஸ்மஸ் பாப்பாவா நான் கொண்டு வரேன். அருள், இது சீரியஸான விஷயம்டா. உன் விளையாட்டுங்க முடியாது. ஏக்கம் கவலைப்படாத, கிறிஸ்மஸ் பாப்பா வரும் சரியா? ക്രിസ്മസ് പാപ്പ വന്നാൽ മതി. കാറും ബംഗ്ലാവൊന്നും ചോദിച്ചിട്ടല്ലോ. ചോദിച്ചത് ഈ ക്രിസ്മസ് പാപ്പാനല്ലേ. അതന്നെ ഏറ്റവും വലിയ ഭാഗ്യം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാം റെഡി അല്ലേ? സെറ്റല്ലേ? വാനരക്കൂട്ടം 0 ഇതിപ്പോ 1 മണിക്കൂറായി ഇവിടെ ഇരിക്കാന്നുണ്ട്. ഇവൻ എവിടെ? ഒന്ന് വിളിച്ചു നോക്കാം അവനെ. ഹലോ അടാ അരുൾ, എടാ എവിടെ ഇരിക്കട നീ? പെട്ടെന്ന് വാടാ. ஏய் நான் கிட்ட வந்துட்டேன், பக்கத்துல தான் இருக்கேன், சீக்கிரமா வந்துடுறேன். ഇങ്ങ തന്നെ എടാ, അതല്ല, സീക്രം വാ. നമുക്ക് ആരെങ്കിലും കാണുന്നതിന് മുന്നേ അയാളെ ഉള്ളിൽ കയറ്റണം. അത് മാത്രമല്ല, എനിക്ക് ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്ത് ഇന്ന് 12 മണിക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യണത്. வந்துட்டேன் சீக்கிரமா வந்துடுறேன். ഒന്ന് പെട്ടെന്ന് വാ. നീ ഇവിടെ ഇരിക്കുന്ന ആരെയും കണ്ടു കഴിഞ്ഞ പ്രശ്നമോ? ഫ്ലാറ്റ് നമ്പർ ഏതാന്ന് പറഞ്ഞേ? ഫ്ലാറ്റ് നമ്പർ 8. ഫ്ലാറ്റ് നമ്പർ 8 ആണോ 9 ആണോ എന്ന് ഡൗട്ട് ഉണ്ടോ? എടാ, നിന്നോട് ആകെ ഒരു പണിയില്ല ഞാൻ ഏൽപ്പിച്ചുള്ളൂ. അതുപോലെ നേരമാണ് ചെയ്യാൻ അറിയില്ല എനിക്ക്. അതെ, ഇത്ര വരെ കണ്ടുപിടിച്ചാൽ എൻ്റെ ഭാഗ്യം. അവനെയാണെങ്കിൽ കാണാനും ഇല്ല. Excuse me, guys. கிறிஸ்மஸ் பாப்பா வரும்னு சொன்னேன், வந்துட்டு எப்படி இருக்கு? നീങ്ങ വന്നേ. കുട്ടിയുടെ പേരെന്താണ്? சிவதாஸ். ചേട്ടാ, എന്തോന്നടി ഇത്? ஏய், நீ தானே கிறிஸ்மஸ் பாப்பா வேணும்னு கேட்ட, அதான் கொண்டு வந்திருக்கேன். ക്രിസ്മസ് പാപ്പയുടെ കോസ്റ്റ്യൂം ആണോ അത്? டேய், கிறிஸ்மஸ் பாப்பா ட்ரெஸ் எங்கேயுமே இல்லடா, எல்லா இடத்துலையும் தேடி தேடி பார்த்துட்டேன்டா. ഇത് പിന്നെ എവിടെ നിന്ന് കിട്ടിയതാണ്? உனக்கு தெரியாதா? நம்ம வீடு பக்கத்து வீடு ஜூலி ஆண்டி இருக்குல்ல, அவங்க கோடியில் காய போட்டிருந்தது, எடுத்துட்டு வந்துட்டேன். ഇത് നമ്മുടെ നെയ്ബർ ജൂലിയാണ്ടിയാ? ஆமாண்டா, கவலைப்படாது, ரிட்டர்ன் வச்சிடலாம் யாருக்கும் தெரியாம. അയ്യോ, ആ ഫ്ലാറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായി. விடுறா பார்த்துக்கலாம். എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, എടുത്തോണ്ട് വാ. ഇവൻ എല്ലാം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? വാ വാ വാ. ആണാടാ. അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്.
ഒറ്റ കൂടിയിലാണ് വന്നത്. ഇപ്പം തന്നെ ഞാൻ കൊടുത്തതാ. എവിടെ പോയി തിരയാനാ? ബാബാ നോക്കാം, സമയമില്ല. നീ അവിടെ പോയി നോക്ക്. ഭയ്യ എന്നെ കൊണ്ട് പറ്റൂല. എൻ്റെ ഒടുക്കത്തെ സർപ്രൈസ്. ഇങ്ങനെ കാണുമെന്ന് ഞാൻ വിചാരിച്ചാണ്. എടാ എവിടെ നിന്ന് കിട്ടിയിട ഇയാളെ? എവിടെ പോയി ഞാൻ അന്വേഷിക്കാനാ? എടാ അടി വരുന്നതിന് ഇറങ്ങി ഓടടാ. சிரிக்காதடா நாயை பொறுக்கி, எல்லாத்துக்கும் நீ தாண்டா காரணம். நான் என்னடா பண்ணேன்? நீ என்ன பண்ணியா? வீட்டில் சும்மா இருந்தோன்னே பீர் வாங்கித்தேன்னு சொல்லி கூப்பிட்டு வந்து கிறிஸ்மஸ் பாப்பா வேஷம் போட வச்சு அதனால என்ன கடிக்க வந்து நான் அவன்கிட்ட தப்பிச்சு வரத்துக்குள்ள ரொம்ப கஷ்டமா போச்சுடா. എടാ എന്നാലും ഇത്രയും കുണ്ടന്മാരുള്ള ഫ്ലാറ്റിലായിരുന്നു നമ്മൾ ഇന്നലെ രാത്രി കയറി ചെന്നത്. എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. നീ വിഷമിക്കേണ്ട ചോ. അന്താൾ എവിടെ ഇരുന്നാലും അയാളെ കണ്ടുപിടിച്ച് നിന്നെ മുന്നിൽ ഞാൻ കൊണ്ട് എത്തിച്ചു തരും. அது ஒன்றும் தேவையில்லை. நான் அவனை நல்லா அடிச்சுட்டு வந்திருக்கேன். கையில் கிடைச்ச பொருளை எப்படி இந்நேரம் ஏதாச்சும் ஹாஸ்பிட்டலில் தான் அட்மிட் ஆகி கிடப்பான் அந்த ஆள் இந்நேரம். டேய் அந்த ஆளை பார்த்தா நெக்ஸ்ட் டைம் உன்னால் அடையாளம் காமிக்க முடியுமாடா? நெக்ஸ்ட் இல்லை, அந்த ஆளை நான் ஆயுசுக்கும் எப்பயுமே மறக்க மாட்டேன். അത് കുറച്ച് തിരക്കടാ. ഞാൻ പിന്നെ വിളിക്കാം. ചേട്ടാ മമ്മിനെ കൊണ്ടേ ചേട്ടാ. മുഖത്തെന്ത് പറ്റിയ ചേട്ടാ? അയ്യോ എന്തൊക്കെയാണോ നടക്കുന്നത്? എടാ അങ്ങനെയാണ് ഇവർ ഇന്നലെ കയറി പിടിച്ചേ. Oh my god.